അത് കേൾക്കാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാവും. ശ്രീ ഷാജി സബാഷ്, എന്താണ് താങ്കളുടെ ഒരു അസസ്മെന്റ്? എന്താണ്? ഓക്കെ, അതാണ് തീർച്ചയായും എൻ്റെ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഡാം പൊട്ടുമോ എന്ന് ചോദിച്ചാൽ പൊട്ടൂല എന്ന് പറയുന്നത് ഇപ്പം ഇവരാരും പറഞ്ഞില്ല. പൊട്ടാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പ്രതിവിധി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ബേസിക്കലി ഞാൻ ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ചെറുപ്പത്തിൽ, ഞാൻ 80കളിലെ കാര്യമോ പറയുന്നത്, 1980 കാലഘട്ടത്തിൽ ഈ ഡാമിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അന്ന് കാലത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഫോറസ്റ്റ് ഏരിയയായിട്ടൊരു ലോകം ഉണ്ടെങ്കിൽ നമ്മളെ ബോട്ടെ കൊണ്ടുപോകും, നമുക്ക് അതിൻ്റെ മുകളിൽ പോയി നിന്ന് കാണാൻ പറ്റും. അപ്പം എനിക്കതേക്കുറിച്ച് ഐഡിയ ഉണ്ട്. ഞാൻ പവർ ജനറേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഇലക്ട്രിസിറ്റി ജനറേഷൻ. അവിടുന്ന് ഇപ്പം തമിഴ്നാട് ചെയ്യുന്ന അതിൻ്റെ എഗ്രിമെൻ്റ് കാര്യത്തിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. അല്ലെങ്കിൽ ആ ഗവൺമെൻറ് ചെയ്തത് ശരിയല്ല എന്നും പറയാനൊന്നും ഞാൻ തയ്യാറില്ല, അല്ലെങ്കിൽ ഇവർ ചെയ്തത് ശരിയല്ല എന്ന്. ഇപ്പോൾ അവിടെ 4 പെൻസ്റ്റോക്ക് പൈപ്പിൽ കൂടെ വെള്ളം കൊണ്ടുപോയിട്ട് ഓരോ പെൻസ്റ്റോക്കിൽ നിന്നും 40 മെഗാവാട്ട്, ഏകദേശം 160 മെഗാവാട്ട് വൈദ്യുതി അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവർ വല്ലതും നമുക്ക് തരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഐ ആം പ്യൂർലി ടെക്നിക്കൽ മാൻ. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത്, ദാറ്റ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഈ വെള്ളം മുഴുവൻ ഒഴുകുന്നത് വൈഗ ഡാമിലേക്കാണ്. ഇപ്പോൾ ഒരു അപ്പർ വൈഗ എന്ന് പറഞ്ഞൊരു പണി കഴിഞ്ഞ വർഷം നടക്കുന്നുണ്ടായിരുന്നു. ഒരു ഡൈവേർഷൻ സ്കീം ഉണ്ടായിരുന്നു. അവിടുന്ന് പൈപ്പ് ഇട്ട് വെള്ളം മധുരയ്ക്ക് കൊണ്ടുപോകുന്നൊരു സ്കീമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ തമിഴ്നാടിനെ സംബന്ധിച്ച് അവർക്ക് വെള്ളം മതി. നമുക്ക് വെള്ളം കൊടുക്കാൻ തന്നെ പാടിരിക്കുന്നത്. ഇത് ഇത്ര വലിയ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. അവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഒരു പുതിയ ടണലുണ്ടാക്കിയാൽ പോരി. അതായത് നമ്മളെ സംബന്ധിച്ച് 152 അടി പൊക്കുമ്പോഴാണ് ഈ ഡാം പൊട്ടുമെന്നുള്ള പേടി വരുന്നത്. അതേസമയം ലോകം മൊത്തം നിങ്ങൾ നോക്കിയോ, ഇന്നെല്ലാം ഡീകമ്മീഷനിങ്ങിൻ്റെ കാലഘട്ടമാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കില്ല. നമ്മളെ സംബന്ധിച്ച് ഈ ഡാം പാർഷ്യൽ ഡീകമ്മീഷനിങ്, പുതിയൊരു ടണലുണ്ടാക്കുക. ആ ടണലിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞ് 3.5 മീറ്റർ, അതായത് 10-12 അടി വ്യാസത്തിൽ ഒരു ടണലുണ്ടാക്കിയിട്ട് വെള്ളം അവർ കൊണ്ടുപോട്ടെ. ആ വെള്ളം പോകുന്നത് വഴിയിൽ ഈ പെൻസ്റ്റോക്ക് പൈപ്പ്. അപ്പം ഞാൻ അവിടുത്തെ ഒരു വൈദ്യുതി എഞ്ചിനീയർ, ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി ആയിരുന്നു. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവരുടെ പവർ ജനറേഷൻ കുറയും. 40 മെഗാവാട്ടിൻ്റെ 4 ജനറേറ്റർ 30 മെഗാവാട്ട് കുറയും. അതായത് 160 എന്നുള്ളത് 120 കുറയും. ആയിക്കോട്ടെ, 120 മെഗാവാട്ട് അവരുണ്ടാക്കിക്കോട്ടെ, നമുക്ക് തന്നെ കുഴപ്പം, ഓൾറെഡി കൊടുത്തതല്ലേ, പിന്നെ പോട്ടെ. അപ്പോൾ ആ രീതിയിൽ ദാറ്റ് ഈസ് നമ്പർ 1 സൊല്യൂഷൻ. അതിൻ്റെ കോസ്റ്റ് വർക്കൗട്ട് ചെയ്താൽ വരുന്ന ഏകദേശം 100 കോടി രൂപ. അതായത് നമ്മളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 2000 കോടി രൂപയ്ക്ക് ചോദിക്കുന്നുള്ളൂ വയനാട്ടിലൊരു അപകടം ഉണ്ടായിട്ട്. അത് നോക്കുമ്പോൾ 100 കോടി രൂപ എന്താ, ഒന്നുമല്ല. ഇറ്റ് ഇസ് നത്തിങ്. സെൻട്രൽ ഗവൺമെൻറ് വിൽ പ്രൊവൈഡ് ദാറ്റ് മണി. അല്ലെങ്കിൽ എനിക്കറിയില്ല, ആ കാര്യത്തിലൊന്നും എനിക്ക് എക്സ്പെർട്ടൈസ് ഒന്നുമില്ല. അങ്ങനെ ഒരു പുതിയ ടണലുണ്ടാക്കിയിട്ട് ലെറ്റ് ദം ടേക്ക് ദി വാട്ടർ, ലെറ്റ് ദം ഷെയർ ഇറ്റ്. തമിഴ്നാട് ഷെയർ ചെയ്യട്ടെ, അവർ സമ്മതിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ദാറ്റ് ഇസ് 1 സൊല്യൂഷൻ. രണ്ടാമത്തെ സൊല്യൂഷൻ ഡാം ക്യാപ്പിംഗ്. ആ വാക്ക് ഇന്ന് വരെ ആരും ഉപയോഗിച്ചിട്ടില്ല. ഡാം ക്യാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മൊത്തം ക്യൂബിക് മീറ്റർ എടുത്താൽ, അതായത് ഏകദേശം 350 തൊട്ട് 400 മീറ്റർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. 400 മീറ്റർ നീളവേ ഡാമിനുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ പൊക്കം എത്രയാ, 152 അടിയേ ഉള്ളൂ പൊക്കം. എന്ന് പറഞ്ഞാൽ 60 മീറ്ററേ ഉള്ളൂ. അത് ക്യാപ്പ് തന്നെ പാടിരിക്കുന്നേ ക്വാണ്ടിറ്റി കൊണ്ട്. താഴെ പുതിയ ഡാം പണിയാന്ന് പറയുന്നത് എനിക്കറിയില്ല, 1500 കോടിയും അല്ലെങ്കിൽ 1300 കോടിയൊക്കെ എമൗണ്ട് ആവുമെന്ന് പറയുന്നു. അത് പണിയേണ്ട കാര്യം തന്നെ. അതിൻ്റെ മുകളിൽ ഏകദേശം ഒരു 1.5 മീറ്റർ ക്യാപ്പിംഗ് ഇട്ടാൽ മതി. RCC ക്യാപ്പിംഗ് വിത്ത് ബീം സപ്പോർട്ട്സ്. അത് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 200 കോടി രൂപ വരും. ഈ 200 കോടി രൂപ നമുക്ക് വല്ലതും ആനയാണോ? അപ്പോൾ കേരളം മൊത്തം പ്രൊട്ടക്റ്റഡ് ആവും. എല്ലാ രാജ്യങ്ങളിലും അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു രാജ്യങ്ങളും പോയിട്ട് താഴെ പുതിയ ഡാം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എനിക്കറിയില്ല. പിന്നെ നമുക്ക് ആകെ 2 ഡാമാണ് സേഫ്റ്റി പ്രശ്നമുള്ളത്. ഒന്ന് ഇതും, പിന്നെ ഇടുക്കി ഡാം സേഫ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിനടുത്തുള്ള ചെറുതോണി ഡാം വലിയ കുഴപ്പമില്ല. പക്ഷെ കുണമാവ് ഡാമിൻ്റെ മുകളിൽ കൂടെ പോയിട്ടുള്ളവർക്ക് അറിയാം, അതിൻ്റെ 2 സൈഡും ഈ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നം അത്രേ ഉള്ളൂ. ഡാം അനുസരിച്ച് പൊട്ടുപോകുന്ന ചോദിച്ചാൽ പൊട്ടിച്ചാൽ, പക്ഷേ അവിടെ ഒരു ഭൂമികൾക്ക് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഈ അതിതീവ്രത മഴ. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് സംരക്ഷണ സമിതിയുടെ വക്താക്കൾ പറയുന്ന കേരളം മുഴുവൻ സീസ്മിക് ഏരിയയാണ്. ഇപ്പോൾ നിലവിലുള്ള 84 ഡാമുകളും പ്രശ്നമാണ്, ഡാമുകൾ വേണ്ട എന്നൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഈ ഡാമുകളിൽ നിന്ന് എത്ര വൈദ്യുതി നമുക്ക് കിട്ടുന്നുണ്ട്? 22% വൈദ്യുതി മാത്രമേ
ഉൽപ്പാദിപ്പിക്കാനാവുന്നുള്ളൂ. ബാക്കി 78% വലിയ വില കൊടുത്ത് ഏകദേശം 15,000 കോടി, സർക്കാർ കണക്ക് പ്രകാരം തന്നെ 15,000 കോടി രൂപ കൊടുത്ത് നാഷണൽ ഗ്രിഡിൽ നിന്നും മറ്റുമാണ് നമ്മൾ വൈദ്യുതി വാങ്ങുന്നത്. അതെ, വൈദ്യുതിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2003 ഇലക്ട്രിസിറ്റി ആക്ട് വരുമ്പോൾ തൊട്ട് ഞാൻ കുറച്ചുനാൾ കമ്മീഷൻ്റെ അഡ്വൈസറി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, 2008-10 കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഈ ഹൈഡ്രോ പ്രൊഡക്ഷനിൽ ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റില്ല. നമുക്ക് തമിഴ്നാടിൻ്റെ അവസ്ഥ നോക്ക്, ഇന്ന് അവർക്ക് എക്സസ് വൈദ്യുതി, അവർ വിൻഡ് ടർബൈൻസ് ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് സോളാർ ജനറേഷൻ ഉണ്ട്. കേരളത്തിൽ വിൻഡ് ടർബൈൻ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലം പാലക്കാട് അല്ലെങ്കിൽ രാമക്കൽമേടേ ഉള്ളൂ, 2 സ്ഥലമേ ഉള്ളൂ. അപ്പം ഈ 2 സ്ഥലമേ ഉള്ളൂ. പിന്നെ കുറച്ച് കാസർഗോഡ് ഏരിയയില് സോളാർ പ്ലാന്റ് ഉപയോഗിച്ചിട്ടാണല്ലോ. സോളാർ പ്ലാന്റ് അതെ, അത് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഭാഗ്യത്തിന് മുമ്പത്തെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പകല് ജനറേറ്റ് ചെയ്ത് KSBക്ക് അങ്ങോട്ട് കൊടുക്കും, രാത്രിയിൽ ഇങ്ങോട്ട് എടുക്കും. അതാണ് അതിന്റെ സിസ്റ്റം. നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്ന സിസ്റ്റം അവർ ഉപയോഗിക്കുന്നത്. അത് ഇനിയും നമുക്ക് അധികം കാലം കിട്ടത്തില്ല. ഇപ്പൊ തന്നെ 1 മെഗാവാട്ടിന് മേളിലത് പറ്റത്തില്ല, 1000 kW അത്രേ ഇപ്പൊ പറ്റുള്ളൂ. അപ്പം വൈദ്യുതി പോയിന്റ് ഓഫ് വ്യൂവില് ഡാം എന്ന് പറയുന്ന സൊല്യൂഷനേ അല്ല, അതവിടെ കിടക്കും. നീ അല്ല, അതവിടെ കിടക്കും. വൈദ്യുതിയെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഒരു ചെറിയ സംശയം, ഡോക്ടർ സുഭാഷ് ചന്ദ്ര ബോസിന് ഒരു ചെറിയൊരു സംശയമുണ്ട്. സാറേ, വൈദ്യുതിയുടെ ഡാമിന്റെ അടി 40 അടി 50 അടി. ഞാൻ പുതിയ ഡാം വേണമെന്ന് പറയുന്ന ആളല്ല, വേറെ ലാസ്റ്റിൽ പറയാം. ഇതിന് ഓപ്ഷൻ അതാണ് സാർ ധരിച്ചുള്ളത്, മറുപടി പറയാം. അതായത് പിന്നെ 50 അടിയിലേക്ക് താഴ്ത്തിയ ടണൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇന്ന് 102 അടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഗ്രാവിറ്റി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ തമിഴ്നാടിന്? ഒന്നാമത്. രണ്ടാമത് 102 അടിയിൽ കണക്കാക്കിയിട്ടാണ് അവർ കനാലുകളൊക്കെ കൊണ്ടുപോയി ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കൊണ്ടുപോയിരിക്കുന്നത്. അത് 50 അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അവർ അത് വീണ്ടും 102 50 വരുന്ന 52 അടി താഴോട്ട് പോകുമ്പോൾ അതനുസരിച്ച് അവരുടെ വൈദ്യുതി ഉൽപ്പാദനവും അവരുടെ ജലസേചന മാർഗ്ഗങ്ങളും എല്ലാം പുതുക്കി പണിയണം. അതിന് തമിഴ്നാട് ജനങ്ങൾ സമ്മതിക്കുമോ? തമിഴ്നാട്ടിലെ ഗവൺമെൻറ് അതിന് തയ്യാറാകുമോ? പൊളിറ്റിക്കൽ ഒരു ഫീലിങ്സ് ഒക്കെ ഉള്ളൊരു സംവിധാനം ചേർത്തിട്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വെറും ടെക്നിക്കൽ മാത്രം പറഞ്ഞാൽ പോരാ. അതെ, അതിന് എനിക്ക് കറക്റ്റ് ആൻസർ ഉണ്ട്. ഒന്ന്, നമ്മൾ 50 അടി ഇതിന് താത്ത് കഴിയുമ്പോൾ ഈ വെള്ളം കൊണ്ട് വെള്ളത്തിന്റെ വോളിയം കൂടും. ഇപ്പൊ തന്നെ പലപ്പോഴും നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ, അതായത് തുലാമഴ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് മഴ, വൈകിട്ട് പെയ്യുന്ന മഴ, അത് വരുമ്പോഴാണ് നോർമലി ഈ ഡാമുകളൊക്കെ ഫില്ലാവുന്നത്. അല്ലാതെ കാലവർഷത്തിനല്ല. അതായത് പടിഞ്ഞാറുന്ന് കാലവർഷം എന്ന് പറയുമ്പം നമ്മൾ തെക്ക് പടിഞ്ഞാറ് നിന്നാണ് മഴ കയറി വരുന്നത്, പടിഞ്ഞാറ് സൈഡിൽ നിന്ന്. വൈകിട്ട് മഴ പെയ്യുന്ന കാലങ്ങളിലാണ് അവിടെ ഡാം നിറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് മഴക്കാർ വരുന്നത്. ആ മഴക്കാർ വന്നിട്ട് കിഴക്കൻകാറിലാണ് ആ മഴ പെയ്യുന്നത്, അപ്പോഴാണ് നിറയുന്നത്. ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2, ഇതിന്റെ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയാൽ അറിയാം. കുമിളിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കമ്പത്തിന് ഇറങ്ങുന്ന റോഡിൽ ഈ 4 പെൻസ്റ്റോക്ക് പൈപ്പ് ഉണ്ട്. നമ്മൾ പറയുന്നതിന്റെ ഇടയ്ക്ക് ഇപ്പൊ പെൻസ്റ്റോക്ക് പൈപ്പ് തുടങ്ങുന്നത് 130 അടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് നമ്മൾ 60-70 അടിയിൽ കൊണ്ട് ആ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പൊ പവർ ജനറേഷൻ കുറയുന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞ് 100% യോജിക്കുന്നു. പക്ഷെ ഈ പവർ ജനറേഷൻ കഴിഞ്ഞാണ് വെള്ളം താഴത്തേക്ക് പോയി വൈഗ ഡാമിലേക്ക് പോകുന്നത്. വൈഗ ഡാമിലേക്ക് ഈ വെള്ളം മുഴുവൻ കൊണ്ടുപോട്ടെ, പെരിയാറിന് ജലസേചനം പറഞ്ഞു. ജലസേചനം അല്ല, ജലസേചനം ആ ഏരിയ അങ്ങോട്ടേക്കല്ല. അതായത് നമ്മൾ കിഴക്കോട്ടുള്ളത് ചെരുവാണ്. ആ ചെരുവ് വനപ്രദേശമാണ്. അവിടെയാണ് ഈ ഇത് കൊണ്ട് ഈ പെൻസ്റ്റോക്ക് പൈപ്പുകൾ കയറ്റുന്നത്. 4 പെൻസ്റ്റോക്ക് പൈപ്പ് ഇടയ്ക്കിട്ട് കയറ്റിയാലും അവരുടെ ജനറേഷൻ കുറവ് വരും, പവർ ജനറേഷനിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ നിന്നാണ് അവർ എടുക്കുന്നത്. അന്നേരത്തിന് ഏകദേശം, അതായത് നമ്മൾ തേക്കടി ഡാം നിൽക്കുന്നത് 2700 അടി പൊക്കത്തിലാണ്, 3000 അടി. അതേസമയം പവർ ഹൗസ് ഇരിക്കുന്നത് ഏകദേശം 300 അടിയാണ് സീ ലെവലിൽ നിന്ന്. നമുക്ക് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം, നമ്മൾ ഹൈറ്റ് നോക്കിയാൽ 300 അടി. അതിന്റെ താഴെയാണ് വാക്കുകളെല്ലാം. 300 അല്ലെങ്കിൽ 300-400 അടി, എനിക്കിപ്പോൾ ഓർമ്മയില്ല.
നമ്മൾ നോക്കിയാൽ അറിയാം, അത്രയും ഫീറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് താഴത്തേക്കാണ്, അതായത് ആ പവർ ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ ജനറേറ്റർ സ്റ്റേഷനിൽ നിന്ന് പോകുന്ന ടെയിൽ റേസ് എന്ന് പറയും. അതിന്റെ കറക്റ്റ് വാക്ക് ടെയിൽ റേസ് ആണ്. ആ ടെയിൽ റേസിൽ നിന്നാണ് അവര് ജലസേചനവും ബാക്കിയുള്ള മധുര വരെ വെള്ളം കൊണ്ടുപോകുന്നത്. കൺസ്ട്രക്ഷൻ ഉണ്ട്. നമ്മൾ മീഡിയക്കാരെല്ലാം അത് പോയി സർവേ ചെയ്യും. സാർ, തമിഴ്നാട്ടിലേക്കല്ലേ ടണൽ പണിയണ്ടേ? ടണൽ പണിയണ്ടേ? ആരുടെ പൈസ കൊടുത്ത് പണിയും? ആരുടെ പൈസ കൊടുത്ത് പണിയും? ആരുടെ പൈസ കൊടുത്ത് പണിയും? ആരുടെ പൈസ കൊടുത്ത് പണിയും? തമിഴ്നാടുകാരുടെ പൈസ കൊടുത്ത് പണിയോ കേരളീയരുടെ പൈസ കൊടുത്ത് പണിയോ? അല്ല, പൊളിറ്റിക്സ് അല്ല. വെരി ക്രിസ്റ്റൽ ക്ലിയർ ക്വസ്റ്റ്യൻ. തമിഴ്നാട്ടിന് ടണൽ പണിത് കൊടുക്കാൻ കേരളത്തിന്റെ പൈസ കൊണ്ട് തമിഴ്നാടിന് ടണൽ പണിത് കൊടുക്കാൻ പറ്റുമോ? ദാറ്റ്സ് എ വെരി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. അല്ലാതെ നമ്മൾ കൊടുക്കണ്ടെന്നല്ല. ഇത് ഇസ് എ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് ആണ്. അല്ലാതെ ഞാൻ തർക്കിച്ച് ജയിക്കാനും ബാധിച്ച് ജയിക്കാനും വന്ന ആളല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പൈസ കൊടുത്ത് തമിഴ്നാട്ടിൽ പണിയാൻ പറ്റുമോ? തമിഴ്നാടിന്റെ പൈസ കൊണ്ട് അവർ പണിയണമോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വയനാട് ആ ദുരന്തം ഉണ്ടായി സാറേ, എന്റെ ഒപ്പീനിയൻ, വയനാട്ടിൽ ആ ദുരന്തം ഉണ്ടായി. ആരാ നമ്മളെ സഹായിച്ചത്? അവിടെ ഒന്ന് ബേലിപ്പാലം പണിത് ആരാ? നമ്മുടെ പട്ടാളമല്ലേ? അപ്പം ഇന്ത്യ പോലൊരു രാജ്യത്ത് 100 കോടിയോ 150 കോടിയോ 200 കോടിയോ ഒന്നും അല്ല സാറേ. ഇറ്റ് ഇസ് നത്തിങ്. ഇത് പ്രോപ്പറായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ടേക്കപ്പ് ചെയ്തു, അവർ ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കും. ഒന്ന്, പിന്നെ നമ്മുടെ ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റുമായിട്ട് നല്ല ലോഹ്യത്തിലാണ്. സ്റ്റാലിനും ഒക്കെ ആയിട്ട് നല്ല ലോഹ്യമാണ്. മുല്ലപ്പെരിയാർ ഒരു അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ എന്നൊരു അക്ഷരം വേണ്ട നമ്പ്യാർ സാറേ. ആ ഡാം ഉണ്ടായതിനു ശേഷം ഇന്ത്യ ഗവൺമെന്റിന്റെയോ കേരള ഗവൺമെന്റിന്റെയോ വിദഗ്ധ സമിതിയുടെയോ റിപ്പോർട്ടുകൾ 10, 15, 20 വർഷം കഴിഞ്ഞിട്ടാണ് പരിശോധനയ്ക്ക് പോലും തമിഴ്നാട് തയ്യാറായിട്ടുള്ളൂ. ഞാൻ തമിഴ്നാട് വിരുദ്ധമെന്നല്ല പറയുന്നത്. അവരുടെ വികാരമാണ്. അവർ വെള്ളം എടുക്കുന്നു, വളരെ സന്തോഷം, നമ്മൾ വെള്ളം കൊടുക്കണം. പക്ഷേ നമ്മളുടെ കൺസേണും കൂടി ഞാൻ ചോദിക്കട്ടെ. ഇപ്പം കേരളത്തിൽ വലിയ ചർച്ചയാണല്ലോ ഇതൊക്കെ നടക്കുന്ന. സോഷ്യൽ മീഡിയയിലും ജനൻ ടി വിയിലും എല്ലാ ചാനലുകളും നടക്കുന്നു. തമിഴ്നാട്ടിലെ എഴുതി വല്ലതും നടക്കുന്നുണ്ടോ? അവിടുത്തെ പത്രത്തിൽ വല്ലതും ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ? കേരളീയർ ആശങ്കയിലാണ്. അവിടെ മുട്ടങ്കയിൽ ഇത് പൊട്ടി, ബാക്കി എല്ലാവരും ആശങ്കയിലാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തമിഴ്നാട്ടിൽ ആരെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സോമനാഥ് സാർ ഇവിടെ ഉണ്ടല്ലോ, പത്രപ്രവർത്തനല്ലേ. ഏതെങ്കിലും നാഷണൽ പത്രം ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അത് കേരള കോളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. കാര്യം അത് വേറെ കാര്യമാണ്. അല്ലാതെ തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? രാജ്യത്ത് എവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വളരെ ഗൗരവമായ ചോദ്യങ്ങളാണ് സാർ ഇത്. ലോഹ്യം എന്നൊക്കെ പറഞ്ഞാൽ അനിൽജി പറഞ്ഞാലേ നമ്മൾ കാണുമ്പോൾ ചായ ഒഴിച്ച് വിരിയുന്നതല്ല, നമ്മളെ ഡോക്യുമെന്റ് ബേസ് ആണ്. സ്റ്റാലിൻ പറയുന്നുണ്ട് പിണറായി എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണെന്നൊക്കെ. പക്ഷേ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ, അതുപോലെ തമിഴ്നാട് സർക്കാരിൻ്റെ പ്രതിനിധികൾ, കേരള സർക്കാരിൻ്റെ പ്രതിനിധികൾ, ഇവർ ഇരുന്ന് രമ്യമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം അത് സങ്കീർണമായി കൊണ്ടിരിക്കുന്നു. കോടതിയിലാണ് ഉള്ളത്. ഇനിയും കോടതി കയറേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയും മേൽനോട്ട സമിതികളെയും അതുപോലെ വിദഗ്ധ സമിതികളെയും ഒക്കെ നിയോഗിക്കും. അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. എത്ര കാലം മലയാളികൾ ഈ ആധിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതിനാണ് ഒരു ഉത്തരം വേണ്ടത്. ഇപ്പം താങ്കൾ പറഞ്ഞതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. പുതിയ ഡാം നിർമ്മിക്കുക എന്നത് അപ്രായോഗികമാണ്. അല്ലാതെ തന്നെ നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ച് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. ഇലക്കും മുള്ളിനും കേടില്ലാതെ ഒരു പ്രശ്ന പരിഹാരം സാധ്യമാകും എന്ന ചില സൂചനകളാണ് താങ്കൾ നൽകിയത്. അത് പ്രതീക്ഷ നൽകുന്നു. പക്ഷേ എന്തുകൊണ്ട് അത്തരം പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ ഷാജി സെബാസ്റ്റ്യൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാനൊന്ന് ത്രിവിക്രംജിയിലേക്ക് പോകട്ടെ. ത്രിവിക്രംജി, ഇവിടെ ചില വിയോജിപ്പുകൾ കോണുകളിൽ നിന്ന്. ഷാജി സെബാസ്റ്റ്യൻ. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നം വെച്ചാൽ രണ്ട് സൈഡും ആങ്കർ ചെയ്തിട്ടില്ല. നോർമലി കോൺക്രീറ്റ് ഡാം, ഇപ്പം നമ്മൾ ഇടുക്കി ഡാമിന്റെ താഴെ പോയി നിന്ന് കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കിയാൽ മുകൾ വശത്ത് മഴ നനയൂല. അത് അങ്ങനെ ആർച്ച് പ്ലസ് ഒരു മുട്ടയുടെ പകുതി മുറിച്ചിട്ട് കയറ്റി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. അത് പ്രഷർ വരുമ്പോൾ എക്സ്പാൻഡ് ചെയ്യത്തേ ഉള്ളൂ. രണ്ട് സൈഡ് ഈ കോൺക്രീറ്റിന്റെ അകത്തുള്ള റീഎൻഫോഴ്സ്മെന്റ് ഉണ്ടല്ലോ, അത് ആങ്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും കൊളുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ തമിഴ്നാട് നമ്മുടെ ഈ ടണൽ പ്രപ്പോസലിന് എഗ്രി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഡാമിന് ക്യാപ്പിംഗ് ചെയ്യാം. ഡാമിനെ നമുക്കൊരു കോൺക്രീറ്റ് സ്ട്രക്ചർ കൊണ്ട് മൊത്തം മൂടാം, അതിന്റെ ഡിസൈൻ ഉണ്ടാക്കുക. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് RCCയുടെ ഗുണം അത് എക്സ്പാൻഡബിൾ ആണ്. അതായത് നമ്മളെ സംബന്ധിച്ച് എർത്ത് ക്വേക്കിന് ഇപ്പൊ നമുക്ക് എറണാകുളത്ത് ബിൽഡിംഗ് പണിയും വേണ്ട 5 or 6
ഇതിൽ എർത്തയൊക്കെ ഉണ്ടായാലും പൊട്ടാത്ത പോലെ പണിയുന്നതാണ് വെപ്പ്. അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുപോലെ ചെയ്യാനൊരു പാടുമില്ല. രണ്ട് സൈഡിലും സ്റ്റീൽ കൊണ്ട് പാറയ്ക്കുള്ളിലേക്ക് കയറ്റിയിട്ടിട്ട് അവിടെ ഉറപ്പിക്കും. അപ്പൊ ഗുണം എന്നാന്ന് വെച്ചാൽ ആ പാറ മൂവ് ചെയ്താൽ പോലും ഇത് അനങ്ങി അവിടെ നിന്നോളും. ഈ ഡാമിന്റെ സപ്പോർട്ട്, ഇത് ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാം അങ്ങനെ പൊട്ടില്ല. പക്ഷെ എന്നും കൊണ്ട് പൊട്ടാൻ മേലായി ഇല്ല. കാരണം അതിന്റെ സൈഡിൽ കൂടെ ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ആ ഡാമിന്റെ മുകളിൽ കൂടെ നടന്നത് നമുക്ക് അറിയാം. അത് എഡ്ജ് കൊണ്ട് ഒരിടത്തും കൊണ്ട് അത് പ്രോപ്പറായിട്ട് ഘടിപ്പിച്ചിട്ടില്ല രണ്ട് സൈഡും. അപ്പൊ 130 അടി അല്ലെങ്കിൽ 140 അടി വെള്ളം നിൽക്കുമ്പം അത് എപ്പോഴാണ് പൊട്ടിപ്പോരാ. കാരണം വെച്ചാൽ രണ്ട് സൈഡിലും വലിയ മഴ പെയ്ത് ഓവർഫ്ലോ ചെയ്താ പോരി. മേളിൽ കൂടെ വെള്ളം താഴ്ന്നോളം മഴ പെയ്യാൻ പറ്റൂല എന്ന് ആർക്കാ പറയാൻ പറ്റുന്നത്? ആകെ 13 ഗേറ്റ് എങ്ങണ്ടേ അവിടെ ഉള്ളൂ, 12 13. ആ ഗേറ്റ് മുഴുവൻ തുറന്നു വിട്ടാലും ചിലപ്പം കൂടുതൽ വെള്ളം വരാം. കാരണം കേരളത്തിലെ അവസ്ഥ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാ, ഇവിടെ കാക്കനാടോ കളമശ്ശേരിയിലോ ഒക്കെ മഴ പെയ്തിട്ട് ഞാൻ അനുഭവിച്ചാണ്. ഇവിടെ മുഴുവൻ വെള്ളം വരുന്നല്ലോ. രാവിലെ വണ്ടി ഓടുന്നില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് മുഴുവൻ വെള്ളം, പല വീടുകളിലും വെള്ളം കയറി. ചുമ്മാ മഴയത്ത് മേഘവിസ്ഫോടനം എന്ന് പിറ്റേ ദിവസം അതിനൊരു എക്സ്പ്ലനേഷൻ കിട്ടി. അപ്പൊ ആ വിധത്തിലുള്ള സംഭവം തേക്കടിയിൽ ഉണ്ടാകാൻ പറ്റൂല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായാൽ പോലും അതിന് പ്രതിവിധിയാകുന്ന വിധത്തിലുള്ള ഡാം ഡിസൈൻ ചെയ്യുക. അപ്പൊ എനിക്കൊരു അഭ്യർത്ഥന എല്ലാവരോടും ഉള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഗവൺമെന്റ് താല്പര്യം എടുക്കുക. ഇതിന്റെ ഉത്തരവാദിത്വം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഹൈഡ്രോളജിയുടെ ആൾക്കാരുണ്ട്, എക്സ്പേർട്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരെ കൂട്ടിയിട്ട് ഇതിന് വേണ്ടി ഡ്രോയിങ് ഉണ്ടാക്കുക, എഞ്ചിനീയർ ഡ്രോയിങ് ഉണ്ടാക്കുക, ഡിസൈൻ ഉണ്ടാക്കുക, അതിന്റെ സബ്മിറ്റ് ഇറ്റ് വിത്ത് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ മോഡിയിലോട്ട് കൊടുക്കട്ടെ. ഈ പ്രപ്പോസൽ നേരത്തെ വന്നിരുന്നോ? ടണലിന്റെ കാര്യം നേരത്തെ നിർദ്ദേശമായിട്ട് വന്നിരുന്നോ? ടണലിന്റെ കാര്യം ഞാൻ ഒരു 15 വർഷം മുന്നേ തൊട്ട് പറയുന്നതാണ്. പക്ഷേ ഇത് പൊതുവിൽ ഒരു വേദിയിൽ പറയാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. കാരണം ഐ എം പ്യൂർലി ടെക്നിക്കൽ മാൻ. എനിക്ക് വേറെ PR പബ്ലിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കുറവാണ്. ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് VPCLന്റെ പ്രൊജക്റ്റ് ചെയ്യുന്നത്, സോളാറും ഫ്ലോട്ടിംഗ് സോളാറും അങ്ങനത്തെ പ്രൊജക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഐ എം പ്യൂർലി ആൻ എഞ്ചിനീയർ. അല്ലാതെ നമുക്ക് മീഡിയയിൽ പറഞ്ഞൊന്നും പരിചയമില്ല, അല്ലെങ്കിൽ ഈ ആൾക്കാരുമായിട്ടോ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ ഒന്നിലും നമുക്ക് അറിയില്ല. ആകെ അറിയാവുന്ന എന്താന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഡീറ്റെയിൽ എഞ്ചിനീയറിംഗ് പ്രപ്പോസൽ ഉണ്ടാക്കുക, സബ്മിറ്റ് ഇറ്റ് വിത്ത് സെൻട്രൽ ഗവൺമെന്റ് ത്രൂ. നമുക്ക് സുരേഷ് ഗോപി ഉണ്ട്, പിന്നെ നമ്മുടെ ജോർജ് കുര്യൻ, പുള്ളി തൊടുപുഴ ആ ഭാഗത്ത് നിന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹം മുണ്ടും മടക്കി കുത്തി അറുപ്പ് നിന്നോളും. അപ്പം അങ്ങനത്തെ ആൾക്കാരെ ഉപയോഗിക്കണം. എന്നിട്ട് അവരെ കൊണ്ട് ഇത് പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യിക്കണം. ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച് 100 കോടിയോ 150 കോടിയോ 200 കോടിയോ ഒന്നും അല്ല. പിന്നെ 1000 കോടി 1500 കോടി എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇത് ചെയ്തു തന്നെ പാടിരിക്കുന്നേ. എനിക്ക് ഇന്നും അറിയത്തില്ല, മുല്ലപ്പെരിയാർ ഒരു പ്രശ്നമാണെന്ന് എന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. ഞാൻ എറണാകുളത്ത് താമസിക്കുന്നത്, കളമശ്ശേരിയില്ല. എന്നാലും ഓക്കെ.